97-ാം ഓസ്കർ പുരസ്കാരങ്ങളിൽ മലയാളത്തിന് നിരാശ. അന്തിമ നോമിനേഷൻ പട്ടികയിൽ നിന്ന് ആടുജീവിതം പുറത്തായി. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ സാന്നിധ്യമായി അനൂജ തിരഞ്ഞെടുക്കപ്പെട്ടത് സന്തോഷകരം. പ്രജിൻ സി കണ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പ്രജിൻ, ശരിക്കും ഓസ്കറിലേക്ക് ആടുജീവിതം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കനിൽ നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ നിരാശപ്പെടുത്തി ആ വാർത്ത വന്നു, ആടുജീവിതം പരിഗണനയിൽ ഇല്ല. തീർച്ചയായിട്ടും അത് നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. മികച്ച ചിത്രത്തിനുള്ള വിഭാഗത്തിലേക്കാണ് ആടുജീവിതം മത്സരിച്ചിരുന്നത്. പക്ഷേ അന്തിമ നോമിനേഷൻ പട്ടിക വന്നപ്പോൾ ആടുജീവിതം അതിലില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. 10 ചിത്രങ്ങൾ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ആടുജീവിതം ഇല്ല എന്നത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിനും ഒപ്പം മലയാള സിനിമയ്ക്കും ഒരുപോലെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ സാന്നിധ്യം എന്ന് പറയാം. ഒരു അനുജ എന്ന് പറയുന്ന ഹ്രസ്വചിത്രം, അത് അമേരിക്കൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ കൂടി അതിലെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്, അതിൻ്റെ പശ്ചാത്തലം ഹിന്ദിയാണ്. അതിലെ നിർമ്മാതാക്കളിൽ ഒരാളായ സുചിത്ര മട്ടായി എന്ന് പറയുന്ന ചലച്ചിത്ര പ്രവർത്തക, അവർ ഇന്ത്യൻ വംശജ കൂടിയാണ്. അവരുടെ വേരുകൾ ഉത്തർപ്രദേശിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ സാന്നിധ്യമായി നമുക്ക് പരിഗണിക്കാം. അതിലേക്ക് ഒതുങ്ങുന്നു ഇത്തവണത്തെ ഓസ്കറിലെ ഇന്ത്യയുടെ സാന്നിധ്യം എന്നുള്ളതാണ് മറ്റൊരു നിരാശപ്പെടുന്ന കാര്യം. എങ്കിലും ശക്തമായ മത്സരങ്ങൾ 23 വിഭാഗങ്ങളായി നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 3 ചിത്രങ്ങൾക്ക് 10 നോമിനേഷനുകൾ വീതം ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ആകെ 23 കാറ്റഗറികൾ, അതിൽ 120 നോമിനേഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ 3 ചിത്രങ്ങൾ 10 നോമിനേഷനുകൾ വീതം നേടി മുൻപന്തിയിലാണ് എന്ന കാര്യം പറയാതെ വയ്യ. അനുജ എന്ന ഈ ഹ്രസ്വചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ വിഷയമാണ് കൈകാര്യം ചെയ്തത്. ബാലവേല പ്രമേയമാക്കിയ ഒരു ഹ്രസ്വചിത്രമാണ്. ഡൽഹിയിലെ ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന 9 വയസ്സുകാരിയായ അനുജ എന്ന് പറയുന്നതാണ് അതിലെ ലീഡ് റോൾ. അവരുടെ കഷ്ടപ്പാടുകളും ഒപ്പം തന്നെ സഹോദരിയുമായുള്ള ബന്ധങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അനുജ എന്ന ചിത്രം. അതാണിപ്പോൾ ഓസ്കറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ നിരാശപ്പെടുന്ന കാര്യം ആടുജീവിതം തന്നെയാണ്. അവസാന പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടാവുന്നില്ല. എന്നാൽ മികച്ച ചിത്രത്തിനുള്ള മത്സര വിഭാഗത്തിൽ 10 ചിത്രങ്ങൾ, അത് ഒന്നിനോടൊന്ന് മികച്ച ചിത്രങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രൂട്ടലിസ് എന്ന് പറയുന്ന ചിത്രമാണ്. ഒപ്പം എമിലിയ പെരസ്, വിഗ്ഡ് എന്നീ 3 ചിത്രങ്ങൾ. അത് എടുത്തു പറയാൻ കാരണം ഈ 3 ചിത്രങ്ങൾക്ക് 10 നോമിനേഷനുകൾ വീതം, വിവിധ കാറ്റഗറികളിലായി 10 നോമിനേഷനുകൾ വീതം തവണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അല്പസമയം മുൻപാണ് ഈ അന്തിമ നോമിനേഷൻ പട്ടിക പ്രഖ്യാപിച്ചത്. മാർച്ച് 2-ാം തീയതിയാണ് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം. താങ്ക് യു പ്രജിൻ സി കണ്ണൻ.